Returned migrants started re-migrating after what we call them the floods. Second thing happened immediately. You had 2020, you had COVID-19. 15 lakhs Malayalis came back. In fact, they voted. That's why the government came back to power second time. Returned migrants have changed the election results. I always tell them, no other people changed. Because of the COVID, and COVID time, the government was little bit very active, and everybody praised Kerala as a great state, achieved thing. That, and many people came back, and none of them never voted. They had only the voter identity, but this time they all came in. Otherwise, you look at the every time, election time, 5,000 people will come from Gulf and vote. That time, there were 15 lakhs people. I was telling them, they will change at least to 25 to 30 constituencies. That happened. Sir, return migration assembly election result സ്വാധീനിച്ചു. എവിഡൻസ് അറിയാമല്ലോ സാറേ. നിങ്ങൾ യു ഷുഡ് ആസ്ക് ദ ഇലക്ഷൻ കമ്മീഷൻ എത്ര പേർ വോട്ടിട്ട് വോട്ട് അറ്റ്ലീസ്റ്റ് 20 constituencies. I told even before the elections, if they are going to vote for which party, and most of them felt they are going to vote for LDF. ആ സമയത്ത് ബിക്കോസ് കോവിഡ് സമയത്ത് they managed well. വന്ദേ ഭാരത് ഫ്ലൈറ്റിൽ വന്നല്ലോ അറിയാമല്ലോ. സോ there would have been no COVID. Imagine, to the postmortem report. കോവിഡ് ഇല്ലെങ്കിൽ LDF തിരിച്ച് വന്നിരുമോ? നിങ്ങൾ ഏതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അത് കോവിഡ് മാത്രമല്ല സർ. കോവിഡ് ഒരു കാരണമാണ്. കോവിഡ് മാത്രമല്ല, 1000 കാര്യങ്ങൾ സാറേ. അല്ല, അതിൽ പ്രധാന 2 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഫ്ലഡിനെ കൈകാര്യം ചെയ്തത്, 2 കോവിഡിനെ കൈകാര്യം ചെയ്തത്. കോവിഡ് മാത്രമല്ല, ഫ്ലഡ് നമ്മൾ മറന്നുപോയി കാണും. നമ്മൾക്കെല്ലാം മെമ്മറി കുറയാണ്. ആരും മറന്നുപോയിട്ടില്ലായിരുന്നു. മെമ്മറി കുറയാണ്, നമ്മൾക്ക് മെമ്മറി കുറയാണ്. പഴയ അത് കോവിഡ് ആ സമയത്തിലാണ് വന്നത്. മെമ്മറീസ് ഉണ്ടല്ലോ സാറേ. സപ്പോസ് അസ്യൂം ബ്ലഡ് ഈസ് ഓക്കെ, അത് നാച്ചുറൽ ഡിസാസ്റ്റർ. മറ്റേത് ആ സമയത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പ്രൊട്ടക്ട് ചെയ്യാൻ, ഒരാൾ സംരക്ഷിക്കാനുണ്ട്. ഒരാളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടെന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. അത് നമുക്കിപ്പോൾ വിത്തൗട്ട് ദാറ്റ് വിത്ത് ദാറ്റ് ഇപ്പോൾ എല്ലാം പറഞ്ഞത് കോവിഡുക്കും ഏളിയർ വീഴ്ച ബിഫോർ ക്രൈസ്റ്റ്, നമുക്ക് ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ്, ബിഫോർ ട്രംപ് ആഫ്റ്റർ ട്രംപ്, ഇപ്പോൾ എല്ലാം ബിഫോർ മോദി ആഫ്റ്റർ മോദി, എല്ലാം ബിഫോർ അല്ല. കോവിഡ് ഹാഡ് എ റോൾ. സാറേ ഞാൻ പറഞ്ഞല്ലോ, ഐ ലുക്ക് അറ്റ് ഇറ്റ് വെരി ബിക്കോസ് ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ. I don't belong to any party. That's what I told. I gave an interview to Karan Thapar. I told him that you cannot catch me. I will catch you. You cannot put me anything from me and get back. Sorry. Same thing I am telling. ഇവിടെ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് തന്നെ വേണം. ഇവിടെ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ഈസ് കാസ്റ്റ്. അറിയാമല്ലോ, റിലീജിയൻ. വേറെ പോളിറ്റിക്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. I have told them there are 2 more politics which Malayalis are not using. They have used during the last elections. One is the elderly. ആ സമയത്തിൽ വിഡോ പെൻഷനെല്ലാം കറക്റ്റാണ് പോയിട്ടുണ്ട്. ഐ നോ ബിക്കോസ് ഐ ആം ലുക്കിംഗ് അറ്റ് ദ ഡേറ്റ. സെക്കൻഡ്, ഈ പാക്കേജെല്ലാം കൊടുത്തല്ലോ, ഈ സാപ്പാട് കിറ്റ് കൊടുത്തല്ലോ. സെക്കൻഡ്, റിട്ടേൺ മൈഗ്രൻസ് 15 ലക്ഷമാണ് സാറേ. ഈ 2 ആൾക്കാരും ഏത് പാർട്ടിക്ക് വോട്ട് കിട്ടോ അവർ ജയിക്കും. അത് ബിഫോർ ദ ഇലക്ഷൻസിൽ ഐസട്ട്. ഈ 2 ആൾക്കാരല്ല, അത് എല്ലാവരും അല്ല, ഒരു ഈ സ്വിംഗ് സാറേ, ഒരു 3% സ്വിംഗ്. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വോട്ട് തെറ്റ് നമുക്കറിയാമല്ലോ. ഈ വലിയ സ്വിംഗ് അല്ലല്ലോ. 1 ലക്ഷം വോട്ട് ആരും ചോദിച്ചിട്ടില്ലല്ലോ. ഈ 3000, 5000, 7000 ഇതാ. ആ 2 ഫാക്ടേഴ്സ്, ഹൗ മച്ച് ഇറ്റ് വിൽ പ്ലേ ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ നെക്സ്റ്റ് ഇയർ വി ഡോണ്ട് നോ. റിട്ടേൺ മൈഗ്രൻസ് വരേണ്ട വോട്ടിടാൻ പറഞ്ഞെങ്കിൽ അവർക്ക് നമുക്ക് അവരുടെ ഫ്ലൈറ്റ് കൂട്ടി വരണം. அப்படி கூட்டி வந்த எலெக்ஷன் உண்டு. 6000 வரை வந்து ஓட்டிட்டு பழைய எலெக்ஷனில் அதுக்கு முந்தி போயிங்க ஒரு 6000 7000 ஓட்டிட்டு. இது அப்படி இல்லை, அவர் வந்து வீட்டில் இருக்கணும், நீங்கள் பைசா கொடுக்கணும். ஒரு டிக்கெட் கொடுத்தா வந்து ஒய்ஃபை கண்டுட்டு போ, நான் டிக்கெட் தரேன் வந்து ஓட்டிட்டு போகிறேன். நீங்கள் யாருனாலும் வரும், எரிபடி வில் கம்மணும். எத்தனை நாள் அப்படி வரும், பைசா கொடுத்து எத்தனை நாட்கள் கொண்டு வரோம், பார்ட்டிக்காரர் கொண்டு வர பറ്റില്ല. பட் அண்ணா அவர் வந்து, யூ ஆர் ரைட்லி செட், தே ஃபெல்ட் government did. Even lot of people belong to the other party also voted for LDF. മനസ്സിലുണ്ടല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിലെ they are telling, TVK will get, where is the vote? He has no vote. He is not a party last year, but he will get some vote from ADMK, he will get vote from DMK, he will get for everybody. I mean, he has no vote bank. Till now he did not exist. Right? Now they say he get 10%. Where is the 10% will come from?
all other people. He may take 2%, 3%, 5%. Some people will take more. Some party might die. Someday he may also die. We don't know. He may not get anything. He may be back. He's back to his work, acting. ആദ്യം പറഞ്ഞു ഗൾഫിലെ സാലറി എങ്ങനെ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരിക്കും? So that's what I said. No, impact is the salary is not like the salary earlier. Like I told you, people are working for 40,000, 50,000. That is not a great money. But still people are going. That's why I myself saying why people are going. അതിപ്പോ ഇവിടെ ഒരു ഇലക്ട്രീഷ്യന് 50,000 രൂപ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടെങ്കിൽ 60,000 കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പോകും. Why? അതാണ് that is what happened. There is here some type of a society. ഹസ്ബൻഡ് എവിടെയാണ് ദുബായിൽ. നമ്മൾ that is why we don't respect the work here. നമ്മൾക്കൊരു വർക്ക് കൾച്ചറിൽ സം ഇഷ്യൂസ് ദാർ. അത് നമ്മൾക്ക് റെസ്പെക്റ്റ് ഫോർ വർക്ക് ഇല്ല. അല്ലെങ്കിൽ അവൻ ഇവിടെ ചെയ്യും. ബിക്കോസ് ഇവിടെയുള്ള ഈ തട്ടമാർ അറിയാം. പഴയ കാലത്ത് ഞങ്ങൾ കൊച്ചിറക്കുമ്പോൾ നമ്മൾ തട്ടമാറുണ്ട്. ഈ ഗോൾഡ് ഉണ്ടാക്കുമല്ലോ, അറിയാമല്ലോ. നമ്മൾ താലി ഉണ്ടാക്കൽ. നമ്മൾ ഇപ്പം പോലെ ഭീമാ ജ്വല്ലറിയൊന്നും പോകല്ലോ. ഒരു കാലത്തിൽ നമ്മളെല്ലാം കൊണ്ട് കൊടുത്ത് അമ്മയുടെ ചോദിച്ചത് ഈ തട്ടമാരെല്ലാം പോയി. കാരണം എന്നാൽ വലിയ വലിയ ഇൻഡസ്ട്രി വന്ന് എല്ലാവരും ജ്വല്ലറി വന്ന് തട്ടമാരെല്ലാം അവിടെ പോയി. ഇപ്പം കൺസ്ട്രക്ഷൻ വർക്കറാണോ തട്ടമാർ? നല്ല തട്ടാന്മാരിപ്പം ഈ വലിയ വലിയ ജ്വല്ലറികൾക്ക് ആഭരണം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുന്നു. അതെല്ലാം ബംഗാളിക്കാരനാണ്. നമ്മളെ മലയാളികളല്ല, ബംഗാളീസാണ്. മലയാളികളാണ്. ഞാൻ അവരുടെ ഏരിയ അല്ല ബംഗാളീസ് ഉണ്ട് സാറേ. അല്ല ബംഗാളീസ് ഉണ്ട്. അവരാണ് ബംഗാളിസാണെങ്കിൽ കൊച്ചി ഈ ജുവല്ലറി ഉണ്ടല്ലോ. ദർസ് എ ഗേൾ ടു ടി എ PhD ഓൺ ഗോൾഡ് ജ്വല്ലറിംഗ് ഇൻഡസ്ട്രി അമംഗ് മൈഗ്രൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ക്യാമറ വെച്ച് ഞങ്ങൾ പോയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് വേല ചെയ്യാം. ബട്ട് ദർ ആർ മോർ migrants in the gold industry now compared to earlier days. And you take any industry today, migrants are coming. Am I right? ചില ഇൻഡസ്ട്രിയിൽ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് അവർ എടുത്തില്ല സാറേ. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് എടുത്തില്ല. ബിക്കോസ് ദാറ്റ്സ് വാട്ട് if you are going to a construction site in Dubai, the language spoken is മലയാളം. എടാ കല്ലെടുത്തിട്ട് വേടാ മണ്ണെടുത്തിട്ട് വേണം അവിടെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ബംഗാളിയാണ്. ദിസ് ഇസ് എ ഫാക്ട്. അതാണ് നമ്മൾ മൈഗ്രേറ്റ് അതല്ലോ. സോ ദാറ്റ് ഇസ് എ ഫാക്ട്. ബട്ട് സ്റ്റിൽ ഫോർ മീ എ ബിഗ് ക്വസ്റ്റ്യൻ. ഈ ഒരു എക്സ്ട്രാ 10,000 രൂപയ്ക്കാണ് എതുക്കാണ് അവിടെ പോയി എടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ് ഈസ് സ്റ്റിൽ ഐ ടോൾഡ് യു നോ ഐ വണ്ടർ. വലിയ ഇല്ലല്ലോ. ഇവിടെ 50 അവിടെ 60 കിട്ടുമല്ലോ. ഫോർ എക്സാമ്പിൾ I was talking with that coconut plucker. How much money he makes, you know that? എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? കോക്കനട്ട് പിളക്കാൻ ഒരു ചൈക്കല ഒരു പയ്യ വരുമല്ലോ ഡി വെച്ചിട്ട് അവൻ്റെ ശമ്പളം അവനക്ക് എത്ര കിട്ടാനറിയാമോ? തമിഴ് ഡയസ്പോറയല്ലേ മലയാളി ഡയസ്പോറയെക്കാളും ലാർജർ ചങ്ക് ആയിട്ടുള്ളത്? ഡയസ്പോറ വാട്ട് യു മീൻ ബൈ ഡയസ്പോറ? ഈ പീപ്പിൾ ഹു ആർ ഹോൾഡിംഗ് ഇന്ത്യൻ പാസ്പോർട്ട്. ബട്ട് മലയാളി ഡയസ്പോറ ഇസ് നൗ മൈ എസ്റ്റിമേറ്റ് ഇസ് 5 million. 50 ലക്ഷം. തമിഴ് ഐ ഡോണ്ട് ഡൺ റിസർച്ച്. തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യുന്നില്ല. ഐ ഡിഡ് 1 star അവിടെ. ഈ മലയാളികളെ പോലെ തന്നെ ഈ മൈഗ്രേഷൻ ആദ്യം കാലം മുതൽ ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഈ പഞ്ചാബികൾ, അത് തമ്മിൽ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടോ? സാറേ പഞ്ചാബീസ് അവർ ബിസിനസ് ഓറിയൻറ്റഡ്. പഞ്ചാബി ഗുജറാത്തീസ് അവിടെ ഉണ്ടല്ലോ സാറേ. ഇവരും ഇതേപോലെ ആദ്യകാലം മുതൽ തന്നെ. ബട്ട് അവർ ഗൾഫിൽ പോയി അവരുടെ സ്റ്റഡീസ് എല്ലാം സാറേ മോസ്റ്റ്ലി ദേ ആർ ഗോയിങ് ടു UK, USA, കാനഡ. അവർ അന്ന് മുതലാണ്. ഇപ്പോൾ അവർ ഗൾഫിൽ പോയാണ്. ഒരു 40% ആൾക്കാർ ഗൾഫിൽ പോയാണ്. നമ്മൾ സ്റ്റഡി നടത്തി. ബട്ട് ദ പ്രോബ്ലം ഈസ് നൗ പീപ്പിൾ നോ മോർ അബൌട്ട് കേരള മൈഗ്രേഷൻ ബിക്കോസ് ഓഫ് അവർ സ്റ്റഡീസ്. ഇപ്പോൾ KMSന് ഒന്ന് കേരളത്തിൽ ഇല്ലാമിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ കേരളത്തെ പറ്റി. ചിന്ന സ്റ്റഡിയിലെ കാര്യം. ഇത് വലിയ സ്റ്റഡിയാണ്. എല്ലാത്തിനും ഇപ്പോൾ 10,000 വീട് നമ്മളിപ്പോൾ വലിയ സ്റ്റഡിയല്ല. അപ്പോൾ ഒരു സ്റ്റഡി ഇല്ലാമിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടാളേ. നിങ്ങൾക്ക് ഇതെല്ലാം പേപ്പറിൽ പഠിക്കാൻ വരയ്ക്കാം. ഈ KMS ഹാസ് ക്രിയേറ്റഡ് മോർ ഇമേജ് ഓൺ കേരള മൈഗ്രേഷൻ ഈവൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. അതർ സ്റ്റേറ്റ്സിൽ മൈഗ്രേഷനും ഉണ്ട്. അവിടെ ഒരു ഡേറ്റാവില്ല സാറേ. ഇപ്പോൾ യുപിയിലെ മൈഗ്രേഷൻസ് ഹാപ്പനിങ് നാവും. ദർ ഈസ് നത്തിങ്, നോബഡി നോസ്. ഇവിടെ നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് പോയി അത് എവറി 5 years വി ആർ ഡൂയിങ് ദ സ്റ്റഡി. യു ആർ ഗിവൻ മോർ റൈറ്റ്. ഒരു മുളുത്തിരി അണയ്ക്കാണോ അടുത്ത മുളുത്തിരി വെക്കുകയാണോ? ഒരു മുളുത്തിരി വെച്ചിരിക്കൊണ്ട് അടുത്ത മുളുത്തിരി. എവറി 5 years യു ആർ ഗെറ്റിംഗ് ന്യൂ ലൈറ്റ്. അല്ലെങ്കിൽ ഇല്ല. ദാറ്റ്സ് ഇറ്റ്.